ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ തമ്മിൽ കണ്ട പോലെ തന്നെ പ്രധാനമായിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം കമൻസ് ആയിട്ടൊക്കെ കുറേ കമൻറ്റൊക്കെ കണ്ടപ്പോഴും വായിച്ചപ്പോഴും എനിക്ക് തോന്നിയത് കുറേ പേർക്കുള്ള സംശയങ്ങളാണ്. ഇങ്ങനെ പഠിക്കണം, എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത്, പഠിച്ചത് എത്രത്തോളം റിവൈസ് ചെയ്യണം, അങ്ങനത്തെ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബിഗിനേഴ്സ് കുറേ പേര് ഈ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇത്തിരി കൂടിയും എളുപ്പമായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ മെത്തേഡ് ഞാൻ എങ്ങനെയാണ് ആസ് എ ബിഗിനർ ഞാൻ ആയിരുന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ മുമ്പത്തെ ഏതൊക്കെയോ വീഡിയോസിൽ ഞാൻ എൻ്റെ പഠനത്തെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോച്ചിങ്ങിന് പോയിരുന്ന ഒരാളാണ് കേട്ടോ. അതായത് കോച്ചിങ്ങിന് PSCനെ പറ്റി ഒന്നും അറിയില്ല, ABCD പോലും അറിയാത്ത സമയത്താണ് ഞാൻ PSCക്ക് പോയി ചേരുന്നത്. പക്ഷെ അതും ഒരു കോച്ചിങ് ആയിട്ട് എനിക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ അത് അധികം നാൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നു 5-6 മാസമായിരുന്നുള്ളൂ ഞാൻ ആദ്യം കോച്ചിങ്ങിന് പോയി തുടങ്ങണത്. ആ ഒരു കോവിഡ് ടൈമിലായതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ക്ലാസ് കിട്ടിയിട്ട് പിന്നെ എനിക്ക് ക്ലാസ്സുകൾ കിട്ടിയില്ല. കോവിഡൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഈ പറഞ്ഞ മാതിരി അന്ന് ഞാൻ ഒന്നും പഠിച്ചിരുന്നില്ല. ജസ്റ്റ് ക്ലാസ്സിന് പോവും, വെറുതെ എന്തൊക്കെയോ ക്ലാസ് കേൾക്കും, അതിൻ്റെ നോട്ടുകൾ എഴുതും, തിരിച്ചു പോരുന്നല്ലാതെ അതിന് വേണ്ടി ഒരു പെർസെൻറ്റേജ് പോലും എഫേർട്ട് ഞാൻ ഇട്ടിരുന്നേ ഇല്ല. ഒന്നും പഠിക്കാറില്ലായിരുന്നു. അതേപോലെ തന്നെ വൻ ഉഴപ്പായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി PSCക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് എനിക്ക് അയ്യോ ഇത്രയ്ക്കധികം പഠിക്കാനുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് PSCക്ക് വരുന്ന ആൾക്കാർ, അവരൊക്കെ കാണുമ്പോഴാണെങ്കിലും അയ്യോ ഒന്നും കൂടി മൈൻഡ് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ഇത്രയ്ക്കധികം PSCയിൽ പഠിക്കാനുണ്ട് എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇങ്ങനെ കാണുമല്ലോ നമ്മൾ ഡൗൺലോഡൊക്കെ ചെയ്ത് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ശരിയാക്കി കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. എനിക്കൊക്കെ എങ്ങനെയായിരുന്നു കേട്ടോ. സയൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അല്ലെങ്കിൽ ബാക്കി GK പാർട്ടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവിടെ വെച്ചിട്ട് അതിൽ കോച്ചിങ്ങിന് പോകണൊക്കെ മുമ്പായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വിചാരിക്കും ഓ കൊള്ളാലോ, പഠിക്കാണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം നമ്മളിങ്ങനെ ഇപ്പോൾ ഒട്ടും PSCക്ക് പഠിച്ച് തുടങ്ങാത്ത മുമ്പത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണേ. ഞാൻ വിചാരിക്കുമ്പോൾ പഠിക്കാണ്ട് തന്നെ അത്യാവശ്യം മാർക്ക് ഉണ്ടല്ലോ, ഒരു 10 മാർക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വലിയ കാര്യമാണല്ലോ. കാരണം നമ്മൾ ഈ പഠിച്ച 10 വരെ പഠിച്ചിട്ടുള്ള ബേസിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. എന്നുവെച്ചാൽ പ്രിലിംസ് ലിസ്റ്റൊക്കെ വരുന്നേക്കാൾ മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയണത്. ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴേക്കേ അത് കൊള്ളാലോ, മാർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ PSC എളുപ്പമാണെന്നുള്ള രീതിയിലാണ് ഞാൻ PSCയിലേക്ക് എത്തിയത്. പക്ഷേ PSC പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ സാധനം നമ്മൾ വിചാരിച്ച പോലെയല്ല എന്നുള്ളൊരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇതൊന്നും വേണ്ട, ഇത് ഇവിടെ ഇടാം, ഇതൊന്നും നടപടിയാവുന്ന കാര്യമില്ല എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ് PSC കോച്ചിങ്ങിന് പോയിട്ടാണെങ്കിലും പിന്നെ അത്ര ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നല്ല ഞാൻ പോയിരുന്നത്, അത് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സബ്ജക്റ്റ് എടുക്കാൻ തന്നെ ഒരു 10ഓളം ടീച്ചർമാർ ഇങ്ങനെ മാറി മാറി വരും. അങ്ങനെയായിരുന്നു, ഇങ്ങനെ നല്ല ടീച്ചർമാരെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സെൻറ്റർ ആകെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ പോയി പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പ്രിലിം സിസ്റ്റം വന്നപ്പോഴാണ് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതായത് പഠിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു തോന്നൽ വന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളൊരു ബോധ്യം വന്നിട്ട് പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അതും ഈ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ പഠിക്കാനായിട്ടാണെങ്കിലും. എന്ന് വെച്ചാൽ എങ്ങനെ പഠിക്കണം, ഇപ്പോൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പഠിക്കുക പറഞ്ഞിട്ടുള്ളൊരു മോട്ടിവേഷനൊക്കെ തരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇരിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ സ്വന്തമായിട്ട് ഇരിക്കെങ്കിലും ആദ്യം അത്ര താല്പര്യമില്ലായിരുന്നു എങ്കിലും പിന്നീട് ഞാൻ വെച്ചില്ല. അപ്പോഴാണ് ഈ പ്രിലിം സിസ്റ്റം വന്നിട്ട് ഞാൻ അതിലേക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം, പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല നിങ്ങളെ. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ സ്വന്തം പഠിച്ചു തുടങ്ങിയത്. സ്വന്തം പഠിച്ചു തുടങ്ങിയപ്പോഴുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് എനിക്ക് കിട്ടുക എന്നുള്ളത്. അത് നമ്മൾ സ്വയം പഠിച്ച് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് മെത്തേഡിലൂടെയാണ് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പം. അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് എത്ര ടൈമാണ് ഒരു ടോപ്പിക്ക് പഠിച്ച് തീരാൻ എടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോഴേക്കും എല്ലാവരും തലയിൽ കയറണമെന്നോ ഓർത്തിരിക്കണമെന്നോ ആൾക്കാരൊന്നും ആവണമെന്നില്ല അല്ലേ. ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരു സബ്ജക്റ്റ് ഒരു വട്ടം ഒന്നും പഠിച്ചാൽ എൻ്റെ തലയിലാവില്ല. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെയാണ് എൻ്റെ തലയിൽ എന്തെങ്കിലും കയറുള്ളൂ, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. ഏറ്റവും വട്ടം വായിക്കുമ്പോഴേക്കും എൻ്റെ തലയിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളല്ല ഞാൻ. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്ത് ഞാൻ പോകുന്നത്. അപ്പോൾ കോച്ചിങ്ങിൻ്റെ കാര്യം എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ ഇപ്പോൾ കോച്ചിങ്ങിന് പോയാൽ തന്നെ പഠിക്കാൻ പറ്റുമെന്നില്ല. വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് അവനവൻ്റേതായ രീതിയിൽ പഠിച്ചിട്ട് നല്ല റാങ്കിലൊക്കെ എത്തുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കില്ലേ അല്ലേ. അങ്ങനെയുള്ളവർ PSC കോച്ചിങ്ങിന് പോയിക്കോ തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം ഓൺലൈനായിട്ടായാലും ഓഫ്ലൈനായിട്ടായാലും ഒരുപാട് നല്ല സെൻറ്ററുകൾ, നല്ല പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ നമുക്ക് പോയി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെയാണെങ്കിലും നല്ല കോച്ചിങ് സെൻറ്ററുകൾ ഓൺലൈനായിട്ടൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു ബേസ് ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, ഏത് രീതിയിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊന്നും അറിയണില്ല എന്നുള്ളവരാണെങ്കിൽ അപ്പോൾ നമുക്കൊരു ഓൺലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നല്ല നല്ല സെൻറ്റർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എവിടെ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും നല്ല സ്ഥലത്ത് പോയിട്ട് ബേസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് തന്നെ പോയി ചേരാം.
അതേപോലെ ഈ വർഷങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റില്ല അല്ലേ? എല്ലാ വർഷങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കാര്യങ്ങൾ വരും. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം കുറേ കാര്യങ്ങൾ ഒരേ വർഷത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ 1986 വരുന്ന കുറേ ഇൻസിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ 1961 നടന്നിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു ബുക്ക് എടുത്തിട്ട് അങ്ങനെ വരുന്ന സംഭവങ്ങൾ എഴുതി വയ്ക്കും. അപ്പോൾ ഇത്തിരി കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് ഓർത്ത് വെച്ചിരിക്കാനായിട്ട്. ഓരോ ഇയറിൽ നടന്നിട്ടുള്ള കുറേ വർഷങ്ങൾ, അതായത് ഇപ്പോൾ ഒരു വർഷത്തിൽ കുറേ ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് ഞാൻ ഒരു ബുക്കിൽ എപ്പോഴും എഴുതി വെച്ചിട്ടാണ് പഠിക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കൺഫ്യൂസിങ് ഫാക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും പല പല ടോപ്പിക്കുകളിൽ പല പല കണ്ടന്റുകളായിരിക്കും കൺഫ്യൂഷൻ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുഞ്ഞെ സ്റ്റിക്കർ നോട്ടാക്കിയിട്ടായിരുന്നു മുമ്പ് വാളിൽ ഒട്ടിക്കുകയാണ് ചെയ്തിരുന്നത്. നമ്മൾ കാരണം എപ്പോഴും നോട്ടം കിട്ടുന്ന ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു സ്ലിപ്പുകളിലാക്കിയിട്ട് എഴുതി ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ബുക്കുകളിൽ എനിക്ക് കൺഫ്യൂഷൻ അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോകുന്നത് ഇതൊക്കെ എൻ്റെ കുറച്ച് മുമ്പൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടുകളാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി എളുപ്പമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഈ ബുക്ക് നമ്മളുടെ അങ്ങനെ ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ അത് സ്റ്റക്കായി നിന്നോളും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെയും ഭയങ്കര കൂടുതലായിട്ട് എഫേർട്ട് അതിന് ഇടേണ്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ട്, പ്രത്യേകിച്ച് ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഈ ബുക്കിനെ ഞാൻ എക്സാമിന് പോകുമ്പോഴൊന്നും കൊണ്ടുപോകാറുണ്ട്. ഒരു ലാസ്റ്റ് ടൈം റിവിഷൻ എന്ന പോലെ ബുക്ക് എപ്പോഴും എക്സാമിനൊക്കെ പോകുമ്പോൾ ഞാൻ കയ്യിൽ വെക്കുന്ന ഒരു ബുക്കും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് നോട്ടുകളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേപോലെ നോട്ടുകൾ ഓരോ ടോപ്പിക്കുകൾക്ക് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ് ഒറ്റയ്ക്ക് പഠിച്ചു തുടങ്ങിയപ്പോൾ ഇതേപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ, മൻസൂർ അലി സാറിൻ്റെ ക്ലാസ്സുകൾ ഈ അക്കാദമിയിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഞാനായിട്ട് സ്വയമായിട്ട് ഉണ്ടാക്കിയ നോട്ടുകൾ, ഓരോ ടോപ്പിക്കുകൾ കാണും. അത്രയും ബേസിക്കിൽ നിന്ന് തന്നെ ഞാൻ സ്വയമായിട്ട് പഠിച്ചിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, മണ്ണിനങ്ങൾ, വൈറ്റമിൻസ്, രോഗങ്ങൾ, രോഗകാരികൾ, അതേപോലെ തന്നെ വിവരാവകാശ നിയമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പല ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ ഇതേപോലെ കേൾക്കും, നോട്ടുകൾ പ്രിപ്പയർ ചെയ്യും. അങ്ങനെയാണ് പിന്നെ ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചിരുന്നപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഒരുപാട് സോഴ്സുകളുണ്ട്. യൂട്യൂബിലായിട്ട് തന്നെ നമുക്ക് നല്ല നല്ല ആൾക്കാരുടെ ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ വായിച്ച് പഠിക്കാനായിട്ട് ഇഷ്ടമില്ല, കേട്ട് പഠിക്കാനാണ് ഇഷ്ടമുള്ളവർക്കെന്ന് വെച്ചാൽ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് കേട്ടിട്ട് അങ്ങനെ പഠിക്കാം. അപ്പോൾ പല രീതികളുണ്ട്. നമ്മൾ കയ്യോ എനിക്ക് പഠിക്കാൻ കിട്ടണില്ല, എൻ്റെ തലയിൽ കയറണില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ, അതേപോലെ തന്നെ നല്ല ടെലഗ്രാം കുറേ ചാനലുകളുണ്ട്, ബോട്ടൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചാനലുകൾ, നമുക്ക് അതിൽ ചെയ്ത് പോൾ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടും കുറേ ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ പൈസ ആയിട്ട് അങ്ങനെ അടച്ച് തന്നെ പഠിക്കണം എന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ ഇഷ്ടംപോലെ നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ അതൊക്കെ കേട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ വെറുതെ കേട്ട് വെറുതെ കുത്തിയിരുന്ന് കേട്ട് പോകാം എന്നുള്ള രീതിയിൽ വിചാരിക്കരുത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒരു നോട്ട് ഉണ്ടാക്കി അതിൽ എഴുതി വെച്ച് പഠിച്ചു പോയാൽ കുറച്ചും കൂടി എപ്പോഴും ബെറ്റർ ആയിരിക്കും. പിന്നീട് റിവിഷൻ ചെയ്യുന്ന സമയത്തും നമുക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ തന്നെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിലബസിനെ പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ PSC ഊന്നി ചോദിക്കുന്നത്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് എങ്ങനെയാണ്, ഏത് രീതിയിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത്, ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, നിലവിലത്തെ സിലബസിൽ നിന്ന് സിലബസ് പാറ്റേൺ ഫോളോ ചെയ്തിട്ട് തന്നെയാണോ PSC ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണം എന്നുള്ളതിനൊക്കെ പറ്റിയിട്ടുള്ള ധാരണ നമുക്ക് നന്നായിട്ട് വേണം. അതേപോലെ തന്നെ ഞാൻ ആദ്യം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കുട്ടികളിൽ നിന്ന് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നോക്കി അണ്ടർലൈൻ ചെയ്തും അതേപോലെ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാവരും SCERT ബുക്കുകൾ, കുറേ പബ്ലിക്കേഷൻസ് ബുക്കുകൾ ഇറക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അത് വാങ്ങിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നില്ല അല്ലേ? ഇപ്പോൾ ഓൾറെഡി തന്നെ നിങ്ങൾ കുറേ ബുക്കുകൾ വാങ്ങിച്ച് കുറേ പൈസ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ബുക്കുകൾ വാങ്ങിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറയണില്ല. അങ്ങനെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ പറഞ്ഞു, ലക്ഷ്യാര ബുക്കൊക്കെ വളരെ നല്ല ബുക്കുകളാണ്. ഇനി അങ്ങനെ ഇല്ല എന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്ത് അത് പഠിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ മാത്സ് എനിക്ക് ഒട്ടും കണ്ടെത്താൻ കണ്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ മാത്സിനെ പറ്റിയിട്ട് ഞാൻ എങ്ങനെ പഠിച്ചെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ കാണുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പഠിച്ചെടുത്തത്. ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. കുറച്ച് ബുക്കുകളുടെ ഇതിന് മുമ്പത്തെ ബുക്കുകളാണ്, കുറച്ച് ബുക്കുകളെ കയറിയിട്ട് ഞാൻ നിങ്ങളോട് കാണിക്കാൻ വിചാരിച്ചാണ്. എല്ലാതും ടോപ്പിക് വൈസ് കുത്തിരുന്ന് ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് എനിക്ക് മാത്സ് കിട്ടിയത്. അപ്പോൾ മാത്സിൽ പോലെ വീക്കായിട്ടുള്ള കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ചാദിക്ക് മാത്സ് ഒട്ടും മാർക്ക് കിട്ടാറില്ല. ഇപ്പോൾ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 മാർക്കിനായിരുന്നു മാത്സ് കയറുന്നത്. അപ്പോൾ അതൊന്നും എനിക്ക് ആ കൂടി 4-5 മാർക്ക് കിട്ടിയുള്ളൂ. പിന്നെ ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ മാർക്ക് കയറി വന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുള്ളതാണ്. ബബിൾ ചെയ്ത് നിങ്ങൾക്ക് ആ ബബിൾ ഷീറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയാണ്, നിങ്ങൾ ഡെയിലി പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ പഠിച്ചു പോകുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അതുപോലെ തന്നെ മാത്സ് ഒന്നും ചെയ്ത് പഠിക്കാൻ, മാത്സ് ഇഷ്ടമില്ലാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ കിട്ടുന്നില്ലാന്ന് വിചാരിച്ചിരിക്കാതെ മാത്സ് ഒരു ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാനെങ്കിൽ ആദ്യം 4-5 മാർക്ക് കിട്ടിയത് ഞാനാണ്. പിന്നെ നല്ല രീതിയിൽ മാർക്ക് കയറി വരാനാണ് സഹായിച്ചത്. കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള മെത്തേഡുകളായിട്ടുള്ള ഈ പറഞ്ഞമാതിരി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ മാത്സ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഇരുന്നിട്ട് ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് നമുക്ക് മാത്സിൽ ഒരു കംഫർട്ട് സോണിൽ എത്താനായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് കേട്ടോ. ഓരോ വട്ടം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും നമ്മളുടെ മാർക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത്.
പിന്നെ ഇപ്പോൾ മാത്സ് പഠിക്കാനാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ജെറിൻ സാറിൻ്റെ അല്ല എത്ര ഫേമസ് ആണ് ജെറിൻ സാറിൻ്റെ ട്രിം ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ, അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാറ് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ സൈലത്തിലെ കുറച്ച് നാൾ ഞാനൊന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്തായിരുന്നു. LDCക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതും നല്ല ക്ലാസ്സുകളായിരുന്നു. അതിലത്തെ ജെറിൻ സാറിൻ്റെ മാത്സ് ക്ലാസ്സൊക്കെ ആണെങ്കിലും ശരി വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ലക്ഷ്യയുടെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഓൺലൈൻ കോച്ചിങ് നോക്കണവരാണെങ്കിൽ ലക്ഷ്യയുടെ ക്ലാസ്സുകൾ നല്ല അടിപൊളി ക്ലാസ്സുകളാണെന്നും പറഞ്ഞു കേൾക്കണം. പിന്നെ അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. കറണ്ട് അഫെയറിന് അത്രയ്ക്കധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം അത് നിങ്ങളുടെ അടുത്ത് എടുത്തെടുത്ത് ഞാൻ പറയാൻ കാരണം എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ കമ്പനി ബോർഡ് LGS ഞാൻ വളരെ പ്രിപ്പയർ ചെയ്ത് പോയൊരു എക്സാമിൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തന്നെ കാരണം ഈ കറണ്ട് അഫെയർ ആണ്. കാരണം കറണ്ട് അഫെയർ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 20 മാർക്കിനും എന്ന് പറഞ്ഞാൽ 20 മാർക്കിന് തന്നെ PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി നിങ്ങളൊരു ബുക്ക് അതിന് വേണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ കിട്ടും, അല്ലെങ്കിൽ PDF ഇഷ്ടംപോലെ ഇപ്പോൾ ടെലഗ്രാം ചാനലുകളൊക്കെ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പോൾ ചെയ്യാനായിട്ട് ബോട്ടുകളൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കറണ്ട് അഫെയർ പരമാവധി നിങ്ങൾ സെറ്റാക്കാൻ നോക്കാം. ഇതൊക്കെ ഞാൻ എൻ്റെ കുറച്ച് മുമ്പത്തെ കറണ്ട് അഫെയർ എഴുതി വെച്ചിട്ടുള്ള ബുക്കുകളാണ്. നിങ്ങൾക്ക് വർഷം കണ്ടാൽ തന്നെ അറിയാം 2020, 2021 അതായത് ആ സമയത്ത് പഠിച്ചിരുന്നപ്പോൾ ഉള്ള എൻ്റെ കറണ്ട് അഫെയർ ബുക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതേപോലെ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് ഇത്തിരി കൂടി ഈ പറഞ്ഞ മാതിരി വെറുതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല, അത് പഠിക്കാനും വ്യക്തമായി പഠിക്കാനുള്ള ടൈമും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എൻ്റെ പഠന രീതികൾ, എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തെന്നുള്ളൂ. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.